ഉച്ചയ്ക്ക് 12:30 ചേർത്തലയിൽ എത്തിച്ചേരുന്ന നേത്രാവതി എക്സ്പ്രസ്സിലാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് യാത്രയായത്. കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ കൊല്ലൂരിലുള്ള ശ്രീ മൂകാംബിക ക്ഷേത്രം ആദി ശങ്കരാചാര്യരാണ് സ്ഥാപിച്ചത്. പരശുരാമൻ്റെ സൃഷ്ടിയിലെ 7 മോക്ഷവാസ സ്ഥലങ്ങളിലൊന്നായി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം അറിയപ്പെടുന്നു. കുട്ടികളെ എഴുത്തിനിരുത്തുന്ന ചടങ്ങാണ്. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് നിർമ്മാല്യ പൂജയോടുകൂടി ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിക്കും. ഈ സമയം ഭക്തർക്ക് സ്വയംഭൂ ലിംഗം ദർശിക്കാനുള്ള അവസരമുണ്ട്. ജ്യോതിർലിംഗത്തിൻ്റെ ഇടതുവശത്ത് മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിവരെ സംയോജിപ്പിച്ചിരിക്കുന്നു. ഉദ്ഭാവലിംഗത്തിൻ്റെ രൂപത്തിൽ വലതുവശത്ത് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരെയും സംയോജിപ്പിച്ചിരിക്കുന്നു. ശക്തി ദേവതയായാണ് മൂകാംബികയെ ഇവിടെ ആരാധിക്കുന്നത്. ഈ രൂപത്തിലുള്ള ആദിശക്തിയെ മൂകാംബിക ക്ഷേത്രത്തിൽ മാത്രമേ കാണാൻ സാധിക്കൂ. ശങ്കരാചാര്യർ രൂപപ്പെടുത്തിയ വിജയകാമ സമ്പ്രദായമനുസരിച്ചുള്ള ആരാധനാക്രമങ്ങളാണ് ഇന്നും ക്ഷേത്രത്തിൽ തുടരുന്നത്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും 3 വ്യത്യസ്ത ഭാവങ്ങളിലാണ് മൂകാംബിക ദേവി ഇരിക്കുന്നത്. അതായത് മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി. നിങ്ങൾ മൂകാംബിക ദർശനം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദേവിയുടെ ഈ 3 വ്യത്യസ്ത ഭാവങ്ങളും കണ്ട് തൊഴാവുന്ന രീതിയിൽ സമയം ക്രമീകരിക്കുക. മനോഹരമായ ഈ പുഷ്പാലങ്കാരം ഒരു ഭക്തൻ വഴിപാടായി ദേവിക്ക് സമർപ്പിച്ചതാണ്. ഇത് ദേവിക്ക് ചാർത്തിയ പട്ടുസാരികളാണ്. കൗണ്ടറിൽ പണമടച്ച പട്ടുസാരികൾ ഭക്തജനങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ദേവിക്ക് നെയ്വിളക്ക് വഴിപാടായി നടത്തുന്നതാണ്. കാലാതിവർത്തിയാം കലകൾക്കെന്നാളും ആധാരം നീയല്ലോ. കാലാതിവർത്തിയാം കലകൾക്കെന്നാളും ആധാരം നീയല്ലോ. അനശ്വരങ്ങളാം അക്ഷരവിദ്യകൾ തൻ അനശ്വരങ്ങളാം അക്ഷരവിദ്യകൾ തൻ അക്ഷയനിധിയും നീയല്ലോ. മൂകാംബികേ ദേവി ജഗദംബികേ, മുപ്പാരിനും നിത്യവരദായികേ, അടിയനിൽ വിടരും പത്മദളങ്ങളിൽ അവതരിക്കൂ ദേവി, അനുഗ്രഹിക്കൂ. മൂകാംബികേ ദേവി ജഗദംബികേ, മുപ്പാരിനും നിത്യവരദായികേ. പരിചയസമ്പന്നരായ പ്രദേശവാസികളായ ഓഫ് റോഡ് ജീപ്പ് ഡ്രൈവർമാരുടെ സഹായത്താൽ നിങ്ങൾക്ക് കുടജാദ്രി മലനിരകളിലേക്ക് യാത്ര ചെയ്യാം. അവർ നിങ്ങളെ ട്രക്കിംഗ് തുടങ്ങുന്ന സ്ഥലം വരെ ജീപ്പിലെത്തിക്കും. ശേഷമുള്ള ദൂരം നിങ്ങൾ നടന്നു തന്നെ കയറണം. ട്രക്കിംഗ് തുടങ്ങുന്ന ബേസ് ക്യാമ്പാണിത്. മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് ബേസ് ക്യാമ്പ് വരെ ഒരാൾക്ക് 470 രൂപ ജീപ്പ് ചാർജ് കൊടുക്കണം. പശ്ചിമഘട്ടത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് 1343 മീറ്റർ ഉയരത്തിലുള്ള പർവ്വതശിഖരമാണ് കുടജാദ്രി. കർണാടകയിലെ ശിവമോഗ ജില്ലയിൽപ്പെട്ട സ്ഥലമാണ്
കുടജാദ്രി മലനിരകൾ. ശിവമോഗ ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും കുടജാദ്രിയാണ്. കുടജാദ്രി മലകളുടെ അടിവാരത്തായി കൊല്ലൂർ ഗ്രാമം സ്ഥിതി ചെയ്യുന്നു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് 38 കിലോമീറ്റർ ദൂരമുണ്ട് കുടജാദ്രി മലമുകളിലേക്ക്. കൊല്ലൂർ ഗ്രാമത്തിൽ നിന്നും 21 കിലോമീറ്റർ. ശക്തമായ കാറ്റ് കാരണം കൊടുമുടിയുടെ പല ഭാഗങ്ങളും തരിശായി കിടക്കുകയാണ്. മൂകാംബിക ദേശീയോദ്യാനത്തിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് കുടജാദ്രി മലനിരകൾ സ്ഥിതി ചെയ്യുന്നത്. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് കുടജാദ്രി. വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി തദ്ദേശീയ സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് കുടജാദ്രി മലനിരകൾ. വംശനാശ ഭീഷണി നേരിടുന്ന ജന്തുജാലങ്ങളായ മലബാർ ലങ്കൂർ, മലബാർ പൈഡ് ഹോൺബിൽ, മലബാർ ഗ്രേ ഹോൺബിൽ, പാരഡൈസ് ഫ്ലൈ കാച്ചർ, ഇന്ത്യൻ കടുവ, ഇന്ത്യൻ പുള്ളിപ്പുലി, ഇന്ത്യൻ ആന, തോൾ, ഗൗർ, ഇന്ത്യൻ റോക്ക് പൈത്തൺ തുടങ്ങിയ വന്യജീവികൾ കുടജാദ്രി മലനിരകളിൽ വസിക്കുന്നുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ ആദിമ മനുഷ്യർ കുടജാദ്രിയിൽ വസിച്ചിരുന്നതിൻ്റെ തെളിവുകൾ ചരിത്രകാരന്മാർക്ക് കിട്ടിയിട്ടുണ്ട്. ചരിത്രാതീത കാലഘട്ടത്തിലെ നിരവധി ഏകശിലാ നിർമ്മിതികൾ അഥവാ മെൻഹിറുകൾ ഇവിടെ നിർമ്മിക്കപ്പെട്ടിരുന്നു. പ്രാചീന കാലത്തെ വീരപുരുഷന്മാരുടെ മൃതദേഹം അടക്കം ചെയ്ത കല്ലറകൾക്ക് മുകളിൽ നാട്ടിയ ഒറ്റക്കൽ ഫലകങ്ങളാണ് മെൻഹിറുകൾ. രാജാക്കന്മാർ, സന്യാസിമാർ, ഗോത്ര തലവന്മാർ തുടങ്ങിയവരുടെ ശവകുടീരങ്ങൾ തിരിച്ചറിയാനാണ് ഇവ അക്കാലത്ത് സ്ഥാപിച്ചിരുന്നത്. മെൻഹിറുകൾ സ്ഥാപിച്ച ജനങ്ങളുടെ സാമൂഹിക ജീവിതം, മതവിശ്വാസം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ തികച്ചും അജ്ഞാതമാണ്. എന്നാലും ആ പ്രാകൃത മനുഷ്യർ മരിച്ചവരെ സംസ്കരിച്ചിരുന്നു. അവർക്ക് ധാന്യങ്ങൾ വളർത്താനും കൃഷി ചെയ്യാനും അറിയാമായിരുന്നു. മൺപാത്രങ്ങൾ, കല്ല് ഉപകരണങ്ങൾ, ആഭരണങ്ങൾ എന്നിവ നിർമ്മിക്കാനുള്ള കഴിവും ഈ പ്രാകൃത മനുഷ്യർക്കുണ്ടായിരുന്നു. കൊടുമുടിയുടെ അടിത്തട്ടിലുള്ള കട്ടികൂടിയ വനമേഖല താഴത്തു നിന്നുള്ള കൊടുമുടിയുടെ കാഴ്ചയെ അദൃശ്യമാക്കുന്നുണ്ട്. കൂടാതെ കൊടുമുടിക്ക് ചുറ്റും നിരവധി ചെറിയ കുന്നുകളും ചെറിയ കൊടുമുടികളും നിലവിലുണ്ട്. ഷോലവനങ്ങളും കട്ടിയുള്ള വനങ്ങളും കുടജാദ്രിയെയും സമീപ കുന്നുകളെയും മൂടിയിരിക്കുന്നു. ഈ സ്ഥലത്തിന് തണുത്ത കാലാവസ്ഥയാണ്. കുടജാദ്രിയിലെയും സമീപ കുന്നുകളിലെയും വനങ്ങൾ ലോക പൈതൃക സ്ഥലമായ പശ്ചിമഘട്ടത്തോടൊപ്പം കാണുന്ന ഉഷ്ണമേഖലാ മഴക്കാടുകളാണ്. കുടജാദ്രി കുന്നിലെ മണ്ണിൽ ഇരുമ്പയിര് ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. കൂടാതെ മനുഷ്യ ശരീരത്തിനും മനസ്സിനും ഉന്മേഷം നൽകുന്ന ഒരുപാട് ധാതു ലവണങ്ങൾ കുടജാദ്രി കുന്നിലെ മണ്ണിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അതിൻ്റെ പ്രയോജനം നമ്മൾക്ക് കിട്ടണമെങ്കിൽ പാദരക്ഷകൾ ഉപയോഗിക്കാതെ കുടജാദ്രി മല കയറി ഇറങ്ങണമെന്നാണ് സന്യാസികൾ പറയുന്നത്. കുടജാദ്രി മലകളിൽ നിന്ന് കണ്ടെത്തിയ ചില കല്ലുകൾക്ക് കാന്തിക ഗുണങ്ങളുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൂടുതൽ പോസിറ്റീവ് എനർജി പുറപ്പെടുവിക്കുന്ന കല്ലുകളുള്ളത് സർവജ്ഞപീഠത്തിനടുത്താണ്. അതുകൊണ്ടായിരിക്കാം ആദിശങ്കരൻ തപസ്സനുഷ്ഠിക്കാനായി കുടജാദ്രി മല തന്നെ തിരഞ്ഞെടുത്തത്. 20-ാം നൂറ്റാണ്ടിലാണ് കുടജാദ്രി കുന്നുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ചില കുഴിക്കലുകൾ നടത്തിയത്. അതിൽ നിന്നാണ് ചില വൻകിട കമ്പനികൾ കുടജാദ്രി കുന്നുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ധാതു നിക്ഷേപങ്ങളുടെ വിലയേറിയുന്നത്. അതിനുശേഷം ചില കമ്പനികൾക്ക് ഇരുമ്പ് ഖനനം ചെയ്യുന്നതിന് കുടജാദ്രി മലകൾ പാട്ടത്തിന് കൊടുക്കാനുള്ള ചില ശ്രമങ്ങൾ നടന്നു. പക്ഷേ പരിസ്ഥിതിക്ക് നാശമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് നാട്ടുകാർ ഈ ശ്രമത്തെ ശക്തമായി എതിർത്തു. അതിന് നേതൃത്വം നൽകിയത് ശിവമോഗ ജില്ലയിലെ രാമചന്ദ്രപുരം മഠത്തിലെ സന്യാസിമാരാണ്. കുടജാദ്രി കൊടുമുടി പൂർണ്ണമായും പരുക്കൻ ജീപ്പ് റോഡുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു. ജീപ്പുകൾക്ക് മാത്രം സഞ്ചരിക്കാം. അതിനാൽ വിദഗ്ധരായ പ്രാദേശിക ജീപ്പ് ഡ്രൈവർമാർക്ക് മാത്രമേ ജീപ്പ് മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ. ചരിവും ഹെയർപിൻ വളവും ഒട്ടും ബാലൻസ് അല്ലാത്ത രീതിയിലാണ് റോഡിൻ്റെ കിടപ്പ്. കുത്തനെയുള്ള കയറ്റം വെല്ലുവിളി നിറഞ്ഞതാണ്. റോഡ് നിർമ്മാണത്തെ എതിർക്കുന്നത് സ്വകാര്യ ടൂറിസ്റ്റ് ഓപ്പറേറ്റർമാരും ഓഫ് റോഡ് ജീപ്പ് ഡ്രൈവേഴ്സ് അസോസിയേഷനുമാണ്.
2011 സ്റ്റേ ഒഴിവാക്കി സർക്കാർ മുകളിലേക്ക് റോഡിൻ്റെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും പൂർത്തിയാക്കാൻ സാധിച്ചില്ല. വേറൊരു വിധത്തിൽ ചിന്തിച്ചാൽ കുടജാദ്രി കുന്നിലേക്കുള്ള വഴികൾ ദുർഘടമായി തന്നെ നിലനിൽക്കുന്നതാണ് പരിസ്ഥിതിക്ക് നല്ലത്. നിലവിൽ സർവജ്ഞപീഠം വരെ തീർത്ഥാടകർക്ക് പോകാൻ കഴിയും. സർവജ്ഞപീഠത്തിന് പുറകിലായി താഴേക്ക് ലംബമായ ഒരു പാതയുണ്ട്. ആ പാത ചെല്ലുന്നത് ചിത്രമൂല എന്ന ഗുഹയിലേക്കാണ്. 2 കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ട് ചിത്രമൂല ഗുഹയിലേക്ക്. ചിത്രമൂല ഗുഹയിൽ നിന്ന് നോക്കിയാൽ കൊല്ലൂരിലെ മൂകാംബിക ക്ഷേത്രം കാണാം. ഞാൻ സർവജ്ഞപീഠത്തിനടുത്തെത്തി ആചാര്യസ്വാമികളെ വണങ്ങി. ഇനിയും വരുമെന്ന ഉറപ്പ് ആചാര്യസ്വാമികൾക്ക് കൊടുത്ത് മൗനാനുവാദത്തോടെ ഞാൻ കുടജാദ്രി മലയിറങ്ങി.